ഇന്ന് 2 കേക്കിൻ്റെ ഓർഡറാണുള്ളത്. ഈ 2 കേക്കും ഒരേ കസ്റ്റമറിന് തന്നെയാണ്. അപ്പോൾ ടേസ്റ്റിനകത്ത് ഒട്ടും കുറവും വരുത്തേണ്ട, നല്ല ടേസ്റ്റുള്ള 2 ഫ്ലേവറിൽ അങ്ങ് ചെയ്തോളാനാണ് കസ്റ്റമർ പറഞ്ഞത്. അപ്പോൾ ഒന്ന് ഫെറാറോ റോഷറും ഒന്ന് ടെൻഡർ കോക്കനട്ടുമാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഫെറേറോയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ന്യൂട്ടല്ലയും വൈറ്റ് ചോക്ലേറ്റും ഹെസൽനട്ടും കൂടെ വരുന്ന ഈ ഒരു സ്പ്രെഡും ഒക്കെയാണ് കേട്ടോ ഈ ഒരു കേക്കിനകത്ത് ചേർത്തിരിക്കുന്നത്. ടേസ്റ്റ് വൈസ് അടിപൊളിയാണ്. ചോക്ലേറ്റ് ലവേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഫുള്ളായിട്ട് ഡെക്കറേഷൻ ഉപയോഗിക്കുന്നത് പോലെ ന്യൂട്ടല്ല തന്നെയാണ്. പിന്നെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫെററോ റോഷറിൻ്റെ തന്നെ 4 പീസിൻ്റെ പാക്കറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഇതിന് ഏകദേശം 170 രൂപയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിൻ്റെ ആവശ്യമെന്ന് വെച്ചാൽ അത്യാവശ്യം നട്ട്സും ചോക്ലേറ്റും ഒക്കെ വരുന്ന ഏതെങ്കിലും ഒരു കേക്ക് ചെയ്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം ഓടി വന്നത് ഈ ഒരു കേക്ക് തന്നെയായിരുന്നു. പിന്നെ ഇതിനേക്കാളും എൻ്റെർലി ഡിഫറെൻ്റ് ആയിട്ട് മറ്റൊരു കേക്ക് ഞാൻ നോക്കിയപ്പോൾ ടെൻഡർ കോക്കനട്ടായിരുന്നു. അങ്ങനെ ഈ 2 കേക്കിലും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. എങ്കിലും ഒരു പടി മുന്നിലായിരുന്നു നമ്മുടെ ഈ ഫെറേറോ എന്ന് കസ്റ്റമർ പ്രത്യേകം എടുത്തു പറഞ്ഞു. ഇനി പൊതുവായിട്ടുള്ള കുറച്ച് കാര്യം പറയാം. മിക്ക ഹോം ബേക്കേഴ്സും ചെയ്തു കൊടുക്കുന്ന കേക്കിനകത്ത് കസ്റ്റമർ പറയുന്നതിനേക്കാളും കൂടുതൽ വെയിറ്റ് ഉണ്ടാവാറുണ്ട്. ഞാനും അതുപോലെ തന്നെയാണ്. അതിനൊന്നും എക്സ്ട്രാ ചാർജ് വാങ്ങാറുമില്ല. നമ്മൾ ഈ ചെയ്യുന്ന കേക്കിനൊക്കെ ചിലവും എഫേർട്ടും ഒക്കെ അത്രയ്ക്ക് തന്നെ ഉണ്ടും താനും. ഇതൊക്കെ മേടിക്കണമെങ്കിലും നമ്മൾ ക്യാഷ് കൊടുത്തല്ലേ കിട്ടൂ. ചിലരൊക്കെ കേക്കിന് ഓർഡർ തന്നിട്ട് 1 kg കേക്കിൻ്റെ റേറ്റ് ചോദിക്കും. എന്നിട്ടത് ½ kg ആക്കിയിട്ട് ആ കേക്കിൻ്റെ നേരെ പകുതി റേറ്റ് പോരുമെന്ന് ചോദിക്കും. ആദ്യമൊക്കെ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് എനിക്കതിലുള്ള സത്യം മനസ്സിലായി. ഒരു ½ kgയും 1 kgയും തമ്മിൽ വെയിറ്റിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ബാക്കി നമ്മളെടുക്കുന്ന എഫേർട്ടെല്ലാം സെയിം തന്നെയാണെന്ന് എനിക്ക് പിന്നീടാണ് കത്തിയത്. പിന്നെ കേക്ക് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടും സാമ്പത്തികം ഇല്ലാതെയൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ടെൻഡർ കോക്കനട്ട് കേക്ക്. പിന്നെ ദിയ എന്ന് പേരുള്ളൊരു കസ്റ്റമറിൻ്റെ കേക്കായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഈ കേക്ക് കൊണ്ടുപോയ കസ്റ്റമറിൻ്റെ പേര് ജിയ. അങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് പിന്നെ ഡി മാറ്റി ജെ ആക്കി. ആർക്കൊന്നും മനസ്സിലായില്ലല്ലോ അല്ലേ? എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിലേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.